പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നിന്റെ ജീവിതത്തിലെ വിഷമാവസ്ഥകളിൽ നിനക്ക് വിളിക്കാൻ പറ്റുന്ന ഉറപ്പായ ഒരു നാമമാണ് യേശുവിന്റെ നാമം. മടിച്ചു നിൽക്കണ്ട, നാണക്കേട്ട് വിചാരിക്കണ്ട. നിന്റെ ജാതിയോ മതമോ ഒന്നുമല്ല അവൻ നോക്കുന്നത്. നീ ഒരു വാക്ക് വിളിച്ചാൽ അവൻ നിന്നെ സഹായിക്കും. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനെന്നാകുന്നു, സേവിയർ. നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സഹായം ചോദിക്കുന്നു. നമുക്ക് സഹായം ആവശ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും സഹായം ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഉറപ്പായ ഒരു നാമം നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. നിശ്ചയമായും സഹായിക്കും. അവൻ സഹായിക്കാതിരിക്കുകയില്ല. നിന്റെ രോഗാവസ്ഥയിൽ, നിന്റെ കുടുംബ പ്രശ്നങ്ങളിൽ, നിന്റെ സാമ്പത്തികമായ മേഖലകളിൽ, കടബാധ്യതകളിൽ, എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, നീ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് യേശുക്രിസ്തു. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണമെന്ന്. അതിന് നമ്മുടെ ജാതിയും മതമൊന്നും ഒരു വിഷയമായ കാര്യമല്ല. ഞങ്ങളിത് മതത്തെക്കുറിച്ചല്ല പറയുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നത്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ദൈവിക ശക്തി തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എന്തു തന്നെ ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, ഓർത്തുകൊള്ളുക, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റും, നിങ്ങളെ ആശ്വസിപ്പിക്കും. അവിടുന്ന് അവനെ സകല കഷ്ടതകളിൽ നിന്ന് വിടുവിക്കും. സകല കഷ്ടതകളിൽ നിന്ന് വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവൻ നിങ്ങളെ സകല കഷ്ടതകളിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് സാക്ഷ്യം പറയണം, എന്നെ യേശു വിടുവിച്ചു, എന്നെ യേശു സൗഖ്യപ്പെടുത്തിയെന്ന്. തീർച്ചയായും യേശു കാത്തിരിക്കുന്നു. മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, യേശുക്രിസ്തു നിന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല.